ഹരേ കൃഷ്ണ. നമസ്കാരം. ഇന്ന് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെയും അഹങ്കാര ശമനത്തിൻ്റെയും കഥ കേട്ടാലോ? ഭഗവാന്റെ കൂടെ എപ്പോഴുമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ശംഖ്, ചക്രം, ഗദ, പിന്നെ പത്മവും, അല്ലേ? അങ്ങനെ ഒരിക്കൽ പത്മത്തിന്, താമരപ്പൂവിന് ഒരു അഹംഭാവം ഉദിച്ചു. അഹങ്കാരം തോന്നി. എന്താണ്? ശംഖും ചക്രവും ഗദയും. ശംഖ് ഭഗവാന്റെ വരവറിയിക്കാനുള്ളതാണ്. ഗദയും ചക്രവും ദുഷ്ടസംഹാരത്തിനുള്ളതാണ്. പത്മം കരുതി, എന്നെ കൊണ്ട് ഭഗവാന് ഒരു ഉപയോഗമില്ല. പക്ഷേ എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, എന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ന് താമരപ്പൂ കരുതി. യഥാർത്ഥത്തില് താമരപ്പൂവിന് എന്തിനാണ് ഭഗവാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നതെന്ന് അറിയോ? ഭക്തവാത്സല്യത്തിന്റെ ചിഹ്നമായിട്ടാണ് താമരപ്പൂ ഭഗവാൻ കയ്യിൽ കരുതുന്നത്. പക്ഷേ അഹങ്കാരത്തിന്റെ പിടിയിലായ താമരപ്പൂവിന് അതെന്തിനാണ് ഭഗവാൻ തന്നെ കയ്യിൽ കരുതുന്നതെന്നുള്ള സത്യം മനസ്സിലായില്ല. താമരപ്പൂ പതിയെ അഹങ്കാരത്തോടെ താഴേക്ക് നോക്കിയപ്പോഴോ നമ്മുടെ തുളസിപ്പൂവ് ഭഗവാന്റെ കാലുകളിൽ പറ്റി കിടക്കുന്നു. താമര തുളസിപ്പൂവിനോട് പറഞ്ഞു, നീ ഇനി എത്ര കാല് പിടിച്ചാലും ഭഗവാൻ നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ താമരപ്പൂ പറയുന്നതൊന്നും നമ്മുടെ തുളസി കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. തുളസിപ്പൂവിനും അറിയാമായിരുന്നു എന്താണ്, എത്രയോ ജന്മം താൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് ഭഗവാന്റെ കാലടികൾ ഇങ്ങനെ പുണർന്നു കിടക്കാൻ കഴിയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ തുളസിപ്പൂ താമരയോട് ഒന്നും പ്രതികരിച്ചില്ല. തന്റെ കർമ്മത്തിൽ, തന്റെ സൗന്ദര്യത്തിൽ തുളസിപ്പൂ അതീവ സന്തുഷ്ടയുമായിരുന്നു. താൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ തുളസിപ്പൂ എന്നും ചെയ്യുമായിരുന്നു. ഭഗവാന്റെ കാലടികൾ ഇങ്ങനെ പുൽകി കിടക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ സാക്ഷാൽ ഭഗവാൻ. ഭഗവാൻ ഇത് സഹിച്ചില്ല. ഭഗവാൻ എന്തു പറഞ്ഞു? താമരയോടായി പറഞ്ഞു, നിന്റെ രൂപം പോലെയല്ല നിന്റെ മനസ്സ്. നിന്റെ മനസ്സിൽ നിറച്ച് മാലിന്യമാണ്, കളങ്കമാണ്. അതുകൊണ്ട് തന്നെ നീ ഇനി ഇന്നു മുതൽ ചേറിൽ വളർന്നോളൂ എന്ന് ആര് ശപിച്ചു? ഭഗവാൻ താമരയെ ശപിച്ചു. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന താമരപ്പൂ ഭഗവാൻ നിലത്ത് വലിച്ചെറിഞ്ഞു. താമരയ്ക്ക് അപ്പോഴാണ് തന്റെ തെറ്റ് മനസ്സിലായത്. തനിക്ക് തന്ന സൗന്ദര്യവും സ്ഥാനവും എല്ലാം ഭഗവാന്റെ ദാനമായിരുന്നു എന്നുള്ള സത്യം താമരയ്ക്ക് മനസ്സിലായി. താമര തുളസിപ്പൂവിനോട് ക്ഷമ ചോദിച്ചു, ഒപ്പം ഭഗവാനോടും. ഭഗവാന് മനസ്സലിഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നീ ചേറിൽ വളർന്നാലും നിന്റെ മഹത്വത്തിന് ഒരു കുറവും സംഭവിക്കില്ല. എന്റെ പരമഭക്തനായ ഗജേന്ദ്രൻ എന്നാണോ നിന്നെ എനിക്ക് സമർപ്പിക്കുന്നത്, അന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടുകയും നീ എന്റെ കൈകളിൽ വീണ്ടും വന്നു ചേരുകയും ചെയ്യുമെന്നും ഭഗവാൻ താമരയോട് പറഞ്ഞു. താമര തന്റെ തെറ്റ് മനസ്സിലാക്കി, പശ്ചാത്തപിച്ചു. അവസാനം ഭഗവാന്റെ ഭക്തനായ ഗജേന്ദ്രൻ മുതലയുടെ പിടികളിലായി. ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ച് അപേക്ഷിച്ചു. ആ സമയത്ത് ആ അരുവിയിലുണ്ടായിരുന്ന പൂക്കള്, താമരപ്പൂക്കൾ എന്ത് ചെയ്തു? പറിച്ച് ഗജേന്ദ്രൻ ഭഗവാന് സമർപ്പിച്ചു നാരായണ മന്ത്രം ജപിച്ചു. അങ്ങനെ അവസാനത്തെ താമരപ്പൂ സമർപ്പിക്കാൻ പോയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഗജേന്ദ്രനും മുതലയ്ക്കും മോക്ഷം കൊടുത്തു. ആ കഥ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോഴേ താമരപ്പൂ എന്ത് ചെയ്തു? ഭഗവാന്റെ കൈകളിൽ വീണ്ടും എത്തി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് തന്നതെല്ലാം അത് ഭഗവാന്റെ ദാനമാണ്. നമ്മുടെ മക്കളും സമ്പത്തും വീടും എല്ലാം ഭഗവാന്റെ ദാനം മാത്രമാണ്. നമുക്ക് സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട് എന്നുള്ള അഹങ്കാരം എന്നാണ് ഒരു മനുഷ്യനിൽ ഉടലെടുക്കുന്നത്, അന്ന് എല്ലാം തിരിച്ചെടുത്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ ഭഗവാന് കഴിയും. അതുകൊണ്ട് തന്നെ ഭഗവത് വിചാരത്തില് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കാം. പൂന്താനം തിരുമേനിയുടെ ഈ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.